CPIM സംസ്ഥാന സമിതി യോഗത്തിൽ ഒരു മുതിർന്ന നേതാവ് ഒരു ജ്യോതിഷിയെ കണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മിറ്റി അംഗമായ മറ്റൊരു നേതാവ് തന്നെ വിമർശനം ഉന്നയിച്ചു എന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ പ്രചരിച്ചത്. പയ്യന്നൂരിലുള്ള മാധവ പൊതുവാളുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസാരിക്കുന്ന ഒരു ചായ കുടിച്ച് സംസാരിക്കുന്ന ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് അതിൻ്റെ വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നത്. മാധവ പൊതുവാൾ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തായിരുന്നു സത്യത്തിൽ ഈ സംഭവിച്ചത്? സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ഒരു ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ചായ കുടിക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതെ, അത് കറക്റ്റാണ്. ഞാൻ സുഖമില്ലാത്ത സന്ദർഭത്തിൽ ഇവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിരിക്കുന്ന സന്ദർഭത്തിൽ മാഷ് ഇവിടെ നമ്മുടെ അപ്പൂട്ട മാഷ് മരിച്ച സമയത്ത് പയ്യന്നൂർ വന്നു. അപ്പം ഞങ്ങൾ മാഷ് ഞാനായിട്ട് നമ്മളെ ബന്ധങ്ങൾ ഇപ്പോഴൊന്നുമല്ല, എത്രയോ കാലങ്ങളായി. അപ്പോൾ ആ ബന്ധം അറിഞ്ഞ് മാഷ് മാധവട്ടൊന്ന് കണ്ടിട്ട് പോവാം, അങ്ങനെ വിളിക്കാനല്ല, മാധവട്ടെന്ന് വിളിക്കാം. മാഷ് അത്രയും ഇതായാലും വന്ന് കണ്ട് അത് എൻ്റെ സുഖം അന്വേഷിച്ച് ഞാൻ ഒരു ചായയും കുടിച്ച് പോയതാണ്. ഇത് എങ്ങനെയാണ് അത് ആരാ അവരുടെ ഒന്നിച്ചാൽ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു, ആരെയും ഫോട്ടോ എടുത്തിട്ട് പോയതെന്ന് എനിക്ക് അറിയുന്നുമില്ല. മാഷ് എൻ്റെ സുഖം അന്വേഷിച്ചു. പെട്ടെന്ന് അവർ രണ്ടാളും ചാടിച്ച് പോകാൻ റെഡിയായിട്ട് ഇറങ്ങി. അപ്പം ഇവിടെ അതിൻ്റെ ഇഷ്യൂ ഭയങ്കരമായിരുന്നു. ആരോ എടുത്തു, ഫേസ്ബുക്കിലിട്ടു, മറ്റേതെല്ലാം ചർച്ച തുടങ്ങി. നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അവർ ചെയ്യുന്നത് ചെയ്യട്ട്. പക്ഷേ അതിൻ്റെ ഒരു നിജസ്ഥിതി എനിക്കറിയിക്കണം വാസ്തവത്തിൽ. കാരണം മാഷ് ബന്ധങ്ങൾ കൊണ്ടുവന്നതാണ്, സ്നേഹബന്ധങ്ങളാണ്. നമ്മളത്രയും നല്ല സ്നേഹം എവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്നേഹമാണ്. എല്ലാവരും, നമ്മളിപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ശരി, കോൺഗ്രസ് പാർട്ടിക്കാരായാലും ശരി, BJP എല്ലാം നമ്മൾ വളരെയധികം സ്നേഹത്തോടുകൂടെ എന്നെ കണ്ടു കഴിഞ്ഞാൽ എവിടെയായിട്ട് ആരായിട്ട് സംസാരിക്കും, ഒരു പ്രത്യേക ഇതൊന്നുമില്ല. അപ്പം മാഷ് വന്നു കണ്ടു. ഇത് രാഷ്ട്രീയത്തിലേക്ക് കടന്നുകൂടല്ലോ. കാരണം വെച്ചാൽ ഞാനൊരു മനുഷ്യനാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ വെറും ജ്യോതിഷം നോക്കാൻ മാത്രമൊന്ന് വിചാരിക്കാൻ പാടില്ലല്ലോ. ഒരു ഫാദർ അടുത്ത് പോകുന്നുണ്ട്, പ്രാർത്ഥിക്കാനാണ് പോകുന്നത്, പള്ളിയിൽ പോകുന്നുണ്ട്, അല്ലേ, ചർച്ചിൽ പോകുന്നുണ്ട്. ഇതെല്ലാം പോയി കഴിഞ്ഞാൽ അവിടെയെല്ലാം പ്രാർത്ഥിക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞ് വ്യാഖ്യാനം ചെയ്താൽ അതൊരു ശരിയല്ലല്ലോ. അപ്പം ഞാൻ ഒരു ജ്യോതിഷക്കാരനാണെങ്കിൽ എൻ്റെ അടുത്ത് എനിക്ക് വേണ്ടപ്പെട്ടവർ വന്നാൽ അത് ജ്യോതിഷം നോക്കാൻ മാത്രമാണെന്ന് വിചാരിക്കാൻ പാടില്ലല്ലോ. അതിൻ്റെ സൗകര്യം എൻ്റെ ഓഫീസും എല്ലാം ഉള്ളത് പയ്യന്നൂർ ജ്യോതിസദനാണ്. ഞാനിവിടുന്ന് അങ്ങനെ നോക്കലുമില്ല. ഞാൻ സുഖമില്ലാത്ത സമയത്ത് വീടാണിത് എൻ്റെ, അവിടെയാണ് എൻ്റെ ഓഫീസ്. ഇവിടെയാണ് വന്നത് മാഷ്, വീട്ടിലാണ് വന്നത്, എൻ്റെ ഓഫീസിലല്ല. ഞാൻ അത് ഉണ്ടാക്കുന്നിടത്തല്ല, അത് നോക്കുന്നിടത്തല്ല. പക്ഷെ ഇവരത് മറ്റു രൂപത്തിലേക്ക് വ്യാഖ്യാനിച്ച് എവിടെയോ എത്തി. ഈ വാർത്ത തന്നെ വന്നു എന്ന് പറയുന്നതിൽ തന്നെ അതായത് ഒരു വാലും തലയും ഇല്ലാത്ത രീതിയിലൊരു വാർത്തയാണത്. അതാണ് ആരും പറഞ്ഞു വന്നില്ല. അപ്പം ഞാനൊക്കെ എന്ന് വെച്ചാൽ അത് മാനസികമായിട്ട് വിഷമിപ്പിക്കും. എനിക്കും വിഷമമുണ്ട്. കാരണം മാഷ്ക്ക് വിഷമം ഉണ്ടാവില്ല, മാഷ് അതിനുള്ള ശക്തിയുള്ള ആളാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ വന്നിട്ട് മാഷ്ക്ക് ഈ ഒരു അവസ്ഥയിൽ കേൾക്കും. അത് ഈ രണ്ടാമതൊരു ആദ്യം എടുത്താരോ ഒന്നിച്ചൊരു വല്ലാത്ത അതോടുകൂടി മനസ്സിലൊരിതായി. അപ്പം ഫെബ്രുവരി ലാസ്റ്റാണ്, അതിൽ മാർച്ച് ഫസ്റ്റ് വീക്കൊന്നും എനിക്ക് ശരിക്കും ഓർക്കുന്നില്ല. മാഷ് മരിച്ച സമയത്താണ്, അപ്പൂട്ട മാഷ്. അപ്പം സത്യം കുറേ കാലമായിട്ടുള്ളൊരു ഇന്നൊന്നുമല്ല, ഞാൻ പണ്ട് ബന്ധങ്ങളാണ്. തലപ്പറമ്പിലുള്ള ആയുർവേദ ആശുപത്രിയിലും മാഷ ബന്ധുക്കളും അവിടെയെല്ലാം ഞാൻ കണ്ടിട്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല ബന്ധമാണ്. അത് ഇന്നൊന്നുമല്ല, ഇപ്പോൾ ഈ 5 കൊല്ലം 2 കൊല്ലമൊന്നുമല്ല, കുറേ കൊല്ലങ്ങളായി. അപ്പോൾ ഇതിൽ രാഷ്ട്രീയം കലർത്തിയതിന് എനിക്കൊരു മാനസികമായിട്ടുള്ളൊരു പ്രയാസമുള്ളൂ. ജ്യോതിഷക്കാരുടെ അടുത്ത് ഇപ്പോൾ ആരിലോ വരുന്നുണ്ട്, എത്രയോ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി ഒന്ന് ജാതകം നോക്കിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഒന്ന്. പക്ഷെ അത് വിശ്വസിപ്പിക്കുന്ന രൂപത്തിലാണ് നിങ്ങളുടെ മീഡിയക്കാർ ഓരോ രൂപത്തിൽ. ഇന്നലെ തന്നെ ഞാൻ കണ്ടു ഏഷ്യാനെറ്റിൽ. ഞാൻ പറഞ്ഞു എൻ്റെ സത്യം ഞാൻ പറയാനാണ് നിങ്ങൾക്ക് ഞാൻ സമയം തന്നിന്. ആ സത്യത്തിനെ വളച്ചിട്ട് നിങ്ങൾ മറ്റു രൂപത്തിൽ, ഇന്നലെ ആ ഷാജഹാൻ്റെ ഒരു ന്യൂസിൽ അദ്ദേഹം അതിനെ വളച്ചിട്ട് മറ്റേതോ രൂപത്തിലേക്ക് കടത്തിക്കൊണ്ടുപോയി. അത് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് എന്തിനു വന്ന്, എന്തിനാണെന്നില്ല ബന്ധങ്ങൾ എന്താണെന്ന്
അതൊന്നും ഇപ്പം ഞാൻ പറഞ്ഞു വലിയ വലിയ ആൾക്കാർ ഇവിടെ ഇപ്പം ആ സന്ദർഭത്തിൽ ആരാ വന്നത് എനിക്കറിയില്ല. അത്രയും VIP തന്നെ വന്നിന്. അമിത്ഷായും ഇവരൊക്കെ വന്നല്ലേ? അതെ, ഇവിടെ എൻ്റെ വീട്ടിലാണ് വരുന്നത്. വന്നു കഴിഞ്ഞാലും നമ്മൾ ഇവിടെ നല്ല ബന്ധങ്ങളായിരുന്നു 2011 മുതൽ അമിത്ഷായിട്ടുള്ള ബന്ധങ്ങൾ. അതുപോലെ അവിടെ നിന്നുള്ള ആൾക്കാർ, ഡൽഹിയിൽ നിന്നുള്ള ആൾക്കാർ, പിന്നെ കർണാടകത്തിലെ ആൾക്കാർ, എല്ലാ സ്റ്റേറ്റിൽ എന്നെ ചെന്നൈയിൽ നിന്നായിക്കോട്ടെ. അതിപ്പം ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മാധ്യമങ്ങളും ഒക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷക്ക് പിന്നെ മാധവേട്ട ഇപ്പോൾ ഏതെങ്കിലും പഴയ കാലത്ത് സമരത്തിൽ ഒന്നിച്ച് പങ്കെടുത്തവരോ ഒന്നിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവരോ ഒക്കെ ആയിട്ട് ഇത്ര അടുത്തൊരു സൗഹൃദം ഉണ്ടാവും. എങ്ങനെയാണ് മാധവേട്ടനുമായിട്ട് ഇങ്ങനെ ഒരു സൗഹൃദം ഉണ്ടായതെന്നുള്ളതാണ് ചോദിക്കുന്നത്. സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, അന്ന് ഇതിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, പിണറായി വിജയൻ. ആ സന്ദർഭത്തിൽ പയ്യന്നൂരിൽ നിന്ന് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. അവിടെ വന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചിട്ട് ഫാദർ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, പിന്നെ മറ്റ് മുസ്ലിം സമുദായത്തിന് ഞങ്ങളെല്ലാം ഒന്നിച്ചിരുന്നിട്ടാണ് വാസ്തവത്തിൽ അന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. എല്ലാവരും ഉണ്ടായിരുന്നു, അന്ന് എല്ലാ സദസ്സിലും ഞാനുണ്ട്. പണ്ട് MBR മത്സരിക്കുമ്പോഴും MBR വന്നു കഴിഞ്ഞാൽ പയ്യന്നൂർ ഞങ്ങൾ ആദ്യം ജ്യോതിസ്ഥാനത്തിൽ VPK പൊതുവാണ്, എൻ്റെ ഗുരുനാഥനാണ് ജ്യോതിഷ ചക്രവർത്തി VPK പൊതുവാണ്. അദ്ദേഹത്തിന് അവിടെ AKG ഓഫീസ് മുമ്പിൽ തന്നെയായിരുന്നു, നമ്മുടെ വീട്ടിൻ്റെ മുമ്പിലാണ്. അവിടെ നിന്ന് വന്ന് കണ്ട് ഫസ്റ്റിൽ അവിടെ കയറി എന്നിട്ട് ഇറങ്ങിയല്ലോ. അത് ജ്യോതിഷം നോക്കിയിട്ടല്ല. AK സെൻറ്ററിൻ്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനത്തിനൊക്കെ സമയം ഇവിടെ നിന്നാണ് കുറിച്ച് കൊടുത്തത്. അതല്ല ഞാൻ പറഞ്ഞത്. ഇതിന് ഒന്നാമത് നിങ്ങൾ തന്നെയാണ്, ഇതിന് ഒരാവശ്യമില്ലാതെ പത്രക്കാരെ തന്നെയാണ് ഒരു രൂപത്തിൽ വരുന്നത്. ഞാൻ പറഞ്ഞു ഇന്നലെ ഏഷ്യാനെറ്റ് പോലെ പിന്നെ രണ്ടാമത് ലാസ്റ്റ് വരുമ്പം ആ ന്യൂസിൽ എന്തെല്ലോ ഒരു ഇത് കാരണം ഞാൻ ഇത്രേ പറഞ്ഞിട്ട് നിങ്ങളോടും ഞാനതേ പറഞ്ഞത്, എൻ്റെ സത്യം പറയണം. കാരണം വെച്ചാൽ ജ്യോതിസ്ഥാനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെയാണ് നോക്കാനായെന്ന് പറയാം. ജ്യോതിസ്ഥാനത്തിലല്ല വന്നത്, എൻ്റെ വീട്ടിലാണ് വന്നത്. ഞാൻ സുഖമില്ലാതെ കിടക്കുന്നുണ്ട്, എൻ്റെ ഓഫീസും ജോലിയെല്ലാം ഞാൻ അവിടെ നിന്ന് നോക്കൽ. അപ്പം മാഷും നോക്കാൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ മാഷ്ക്ക് അതിലൊരു വിഷമം ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങളിപ്പോൾ ഇത് കാണുമ്പോൾ കേൾക്കുമ്പോഴും അച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വിഷമമാണ്. ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. നമ്മൾ അങ്ങനെയൊന്നും ഇല്ല സാർ. ഞാൻ പറഞ്ഞ എല്ലാ പാർട്ടിക്കാരും എനിക്കറിയാം, എൻ്റെ അടുത്ത് വരിക. ഞാൻ എവിടെ കണ്ടു കഴിഞ്ഞാലും അദ്ദേഹം ഞാൻ BJP ആയിക്കോട്ടെ, കേരളത്തിലെ BJP ആയിക്കോട്ടെ, മറ്റ് കോൺഗ്രസ് പാർട്ടി ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ, എന്നെ അറിയുകയും ചെയ്യും. ഞങ്ങൾ സംസാരിക്കുകയും. അത് ഇവരെല്ലാം നമ്മളെന്തോ ഏതിൻ്റെ ബന്ധങ്ങളാണ്, മറ്റുള്ള ബന്ധങ്ങളാണെന്ന് പറഞ്ഞാൽ ഗോവിന്ദ മാഷ് മാത്രമല്ല, ഒരുപാട് നേതാക്കൾ CPM-ലെ തന്നെ ഒരുപാട് നേതാക്കന്മാർ ഇവിടെ നമ്മളെ MLA മധുവേട്ടൻ എന്ന് പറഞ്ഞാൽ എത്ര ഞങ്ങൾ ക്ലോസാണ്. സൂക്കേട് കാണാൻ വരില്ലേ, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന അദ്ദേഹത്തിൽ നിന്ന് വിഷമമുണ്ടെങ്കിൽ നമ്മൾ പോകില്ലേ. അപ്പോൾ ഇതെല്ലാം പരസ്പരം സ്നേഹബന്ധങ്ങളല്ലേ, സൗഹൃദം മാത്രമല്ലേ. അതിൽ രാഷ്ട്രീയം കാലത്തിൻ്റെ ആവശ്യം എന്നാണ് അത് എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ചിലപ്പോൾ ഇതിനകത്ത് മറ്റു ചില രാഷ്ട്രീയത്തിലാകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ രാഷ്ട്രീയത്തിലാകുമ്പോൾ മറ്റു ചില താല്പര്യങ്ങളൊക്കെ ഉണ്ടാകും. അതന്നെ, തീർച്ചയായിട്ടും താല്പര്യങ്ങളുണ്ടാവും. ഇടിച്ച് താഴ്ത്താൻ, പക്ഷേ ഇടിച്ച് താഴില്ല. മാഷ് എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു ശക്തിയുള്ള മനുഷ്യനാണ് മാഷ്ക്ക്. അതൊന്നും വലിയ പ്രശ്നമല്ല. പക്ഷെ ആര് താഴ്ത്തിയാലും ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ ഞാനിപ്പം നിങ്ങളെ വിളിച്ച സമയത്ത് നിങ്ങൾ വന്നോന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് സത്യം അറിയണം. മാഷ് എന്തിനു വന്നു എന്നുള്ളതാണ് നിങ്ങളെല്ലാം ചോദിച്ചത്. ഏതാ ജ്യോത്സ്യർ എത്രയോ ജ്യോത്സ്യന്മാരുണ്ടാവും എൻ്റെ അടുത്ത് വന്ന് എന്തെന്നുള്ള ചോദ്യങ്ങളിലാണ് ഇപ്പോൾ അവർ ചോദിക്കുന്നത്. അതിനകത്തും ഈ ചിത്രം വന്നതുകൊണ്ടാണ് ഇതാണ്. അതെ, അപ്പം ഞാൻ ജ്യോത്സ്യരുടെ അടുത്ത് നിന്നല്ല അദ്ദേഹം, ജ്യോതിഷക്കാരൻ്റെ അടുത്ത് നിന്ന് വന്നിട്ടല്ല അദ്ദേഹം വരുന്നത്. മാധവൻ എന്നില്ലേ, ഒരു സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിലല്ലല്ലോ ഇവിടെ വന്നത്, ഒരു സുഹൃത്ത് കുടുംബത്തോടു കൂടെ വന്നൊരു സൗഹൃദം ഇതായിട്ട് വരുന്നതല്ലേ. അപ്പോൾ മാഷ്ക്ക് അടുത്ത് എന്തെങ്കിലും അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോവില്ലേ. ഇത് അപ്പം ജ്യോത്സ്യം പോയിട്ട് ജാതകം നോക്കിയിട്ട് മാഷ സുഖമായിട്ട് നോക്കാൻ പോയി എന്ന് പറയാൻ അത് ശരിയല്ലല്ലോ. ഇതിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ പിന്നെ മറ്റിപ്പോൾ കോൺഗ്രസ് ആയാലും BJP ആയാലും ഒക്കെ ഒരു ഭക്തി, അങ്ങനെയുള്ളൊരു വിശ്വാസം എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ CPM-ൻ്റെ നേതാക്കന്മാരെ സംബന്ധിച്ച് അവരൊക്കെ ഒരു കുറച്ചുകൂടി എന്താ പറയണ്ടേ, യുക്തിവാദത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരിങ്ങനെ അവരുടെ ഒരു പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടൊക്കെ വിട്ട് പുറത്തേക്ക് പോകുന്നുണ്ടോ? പലപ്പോഴും ഈ നേതാക്കന്മാരുടെ ഭാര്യമാരൊക്കെ ഇങ്ങനെ വന്ന് പിന്നെ ചില കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. അത് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ടീച്ചറൊന്നും ഒരു ശബ്ദം പറയുന്ന മക്കളുടെ കാര്യത്തിലോ മറ്റുള്ള കാര്യത്തിലോ ഒന്നും അവർക്കൊന്നും, എല്ലാവർക്കും മക്കളുണ്ടാവും, എന്നാലും എന്തെങ്കിലും ചോദിച്ചോ അതോട്ടെ എങ്ങനെയുണ്ട് എന്നാ നക്ഷത്രം ഒന്നും അങ്ങനത്തെ ഒരു ചോദ്യം. ഇത് പ്രശ്നം, ഇത് സുഖക്കേടാണ് വന്ന മനുഷ്യനെ കൊണ്ട് ഞാൻ ജ്യോതിഷം നോക്കിയെന്ന് പറഞ്ഞാൽ
ആൾക്ക് സമ്മതിക്കില്ല. അത് എൻ്റെ ഓഫീസിലാണ് ജ്യോതിശാസ്ത്രത്തിലാണ് വന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങളെ തറവാട്ടിലാണ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിചാരിക്കാം പിന്നെയും പറയാം ഈ വീട്ടിൽ വന്നിട്ട്. പക്ഷെ അതുകൊണ്ട് ഇതിനെ മറ്റേ രാഷ്ട്രീയത്തിലേക്ക് കലർത്തിയിട്ട് കൊണ്ടുപോയില്ലേ നമുക്ക് പ്രശ്നമില്ല. അതാണ് ഇന്നലെ അവർ വന്നു, അത് രാഷ്ട്രീയത്തിലേക്ക് എത്തിയോ എന്ന് സംശയം എനിക്ക്. ഞാൻ എൻ്റെ സത്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവർക്കെല്ലാം അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് സംഗതി. മാഷ് വന്നിരുന്നു, വന്നിട്ടില്ലാന്ന് നിഷേധിക്കാൻ പറ്റില്ല. ഫോട്ടോ കണ്ട് ഇതിൽ തന്നെ ആയിരിക്കും നിഷേധിക്കാൻ പറ്റില്ല. വന്നിരുന്നു, ചായ കുടിച്ചിരുന്നു, കണ്ടു, പോയി. അതും മാഷ് വേറൊരു ആവശ്യത്തിന് അന്നൂർ വന്നതാണ്, എൻ്റെ അടുത്തേക്കായിട്ട് വന്നതെന്നല്ല. അപ്പോൾ അന്നേരം ഞാൻ സുഖമില്ലാന്ന് അവിടെ നിന്ന് ആരോ പറഞ്ഞു, അന്നേരം ആ സൗഹൃദത്തിൻ്റെ പേരിൽ ഇങ്ങോട്ട് വന്നതാണ്. മറ്റേതെങ്കിലും നേതാക്കന്മാർ ഇതേപോലെ വന്നിട്ടുണ്ടോ? എല്ലാം വന്നിട്ടുണ്ട്, എത്രയോ ആൾക്കാർ വന്നിട്ടുണ്ട്. നമുക്ക് അതിപ്പോൾ നമ്മുടെ സ്പീക്കർ വന്നിട്ട് എൻ്റെ അടുത്ത് ചായ കുടിച്ചിട്ടില്ലേ, ഷംസീർ സ്പീക്കർ അയച്ച. കാരണം എൻ്റെ ഒരു സ്കൂളുണ്ട്, ആ സ്കൂൾ ഉദ്ഘാടനം വന്നു, അദ്ദേഹത്തിന് വന്ന ഇവിടെ ചായ കൊടുത്താൽ അപ്പം ജ്യോതിഷം നോക്കാൻ വന്നിട്ട് ഷംസീർ സാർ വന്നു എന്ന് ഞങ്ങൾ പറയേണ്ടത്. ഇവിടെ സ്കൂളിൽ വന്നപ്പോൾ ഇങ്ങോട്ട് സ്കൂളിൽ അത് ഞങ്ങളെ ഒരു സ്കൂളിൻ്റെ ഒരു ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു, അന്ന് അത് സാറ് വന്നതാണ്. സംസ്ഥാന സമിതിയിൽ ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിന് സംസ്ഥാന സമിതിയിലൊന്നും പറയേണ്ട പ്രശ്നമല്ല ഇത്. കാരണം ഇതിനെക്കാട്ടിയും വലിയ പ്രശ്നങ്ങൾ എന്തെല്ലാം ഉണ്ട്. ഈ ഒരു ചെറിയൊരു ഇഷ്യൂ എടുത്തിട്ടാണ് സംസ്ഥാന സമിതിയിൽ ഇതിനാണ് വൈരാഗ്യം തീർക്കേണ്ടത്. സംസ്ഥാന സമിതിയിൽ നമ്മുടെ ഉള്ളിലെ ആൾക്കാരല്ലേ ഇത് എടുത്തു വെക്കുന്നത്. ഇതാണ് എടുക്കേണ്ടത്. എന്തെല്ലാം ലോകത്ത് പ്രശ്നങ്ങളുണ്ട്. മാഷക്കെതിരെയുള്ള ചിലപ്പോൾ എന്തെങ്കിലും ഒരു അതിൻ്റെ ഭാഗമായിരിക്കും. ഞാനതിൽ എനിക്കൊന്നും പറയാനില്ല. അങ്ങനെയല്ല, ഞാൻ അങ്ങനെ പോരുണ്ടെന്നൊന്നും ഞാൻ പറയാൻ പറ്റുന്നില്ല. പക്ഷെ അതെല്ലാം ഒരു പ്രസ്ഥാനത്തിന് നല്ലതല്ല. അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളെടുത്ത് പ്രസ്ഥാനത്തിന് ചളിവാരി തേക്കുന്നത് അത് പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിലുള്ളവരാണെങ്കിലും കൂടെ അത് ശരിയല്ല എന്നാണ് നമ്മൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഞാൻ ഇത്രയേ പറയാനുള്ളൂ. സത്യസന്ധമായിട്ട് മാഷ് വന്നിനോ നിങ്ങൾ ചോദിച്ചു. മാഷ് വന്നു. എന്തിനാ വന്നേ? ഇതാ എൻ്റെ സൗഹൃദത്തിൽ വന്നു. എൻ്റെ രോഗത്തിന് അന്വേഷിക്കാൻ വേണ്ട. ഒരു രോഗി മാധവൻ ജ്യോത്സ്യരായതുകൊണ്ട് രോഗം അന്വേഷിക്കാൻ പാടില്ല എന്ന് ഇടങ്ങളുണ്ട് സാറേ. മാധവൻ എന്ന വ്യക്തിയെ കാണാനാണ് വന്നത്, മാധവൻ എന്ന ജ്യോത്സ്യരെ കാണാനല്ല മാഷ് വന്നത്. എന്തായാലും വളരെ കൃത്യതയോടുകൂടി തന്നെ മാധവ പൊതുവാൾ പറയുകയാണ്, സൗഹൃദത്തിൻ്റെ ഭാഗമായാണ് വന്നത്. രോഗശയ്യയിൽ കിടക്കുകയായിരുന്ന അല്ലെങ്കിൽ അതിൻ്റെ രോഗവിവരം അന്വേഷിക്കാൻ വേണ്ടിയാണ് എം.വി. ഗോവിന്ദൻ പയ്യന്നൂർ അന്നൂരിലുള്ള വീട്ടിലേക്ക് എത്തിയത്. അതിനകത്ത് ഒരു തരത്തിൽ പോലുമുള്ള ഒരു ജ്യോതിഷമോ നക്ഷത്രമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളോ ആ സമയത്ത് സംവദിച്ചിരുന്നില്ല എന്നുള്ള കാര്യം കൂടി മാധവ പൊതുവാൾ വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാന സമിതിയിലേക്ക് ഇത്തരം വിമർശനങ്ങൾ ഉയർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യങ്ങളും അറിയില്ല. പക്ഷേ ഈ വന്നു വന്ന കാര്യം ശരിയാണ്. പക്ഷേ അത് വന്നത് ഒരു തരത്തിൽ പോലും ജ്യോതിഷമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു കാര്യങ്ങളുടെ ഭാഗമായിട്ടല്ല. രോഗം വന്നു, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടി സൗഹൃദത്തിൻ്റെ ഭാഗമായി മാത്രം വീട്ടിലേക്ക് എത്തിയതാണെന്നാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ തന്നെ മാധവ പൊതുവാൾ വ്യക്തമാക്കുന്നത്. പയ്യന്നൂരിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുബാഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ.